അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. പരിശുദ്ധ റമദാൻ അവധി കഴിഞ്ഞ് മദ്രസകളെല്ലാം തുറന്നു. അല്ലാഹു തആല നാഫിയായ ഇൽമ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ ആദ്യത്തെ അധ്യായമായ അല്ലാമുൽ ഗുയൂബ് എന്ന പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നാഥൻ തുണക്കട്ടെ. അദ്ദർസുൽ അവ്വൽ അല്ലാമുൽ ഗുയൂബ്. അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ, അദൃശ്യമറിയുന്നവൻ. മറിയം ഈ കുട്ടിയെ എവിടുന്ന് കിട്ടി? ആളുകൾ ചോദിച്ചു. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലിലേക്ക് ചൂണ്ടി. ആളുകൾ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അത്ഭുതം, അതാ ആ കുഞ്ഞ് സംസാരിക്കുന്നു. ഞാൻ അല്ലാഹു തആലയുടെ അടിമയാണ്. എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. എന്നെ നബിയാക്കിയിട്ടുമുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബറക്കത്തുള്ളവനാക്കി. ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനും എന്നോട് വസിയ്യത്ത് ചെയ്തു. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുമോ? ഷഹീദ് ചോദിച്ചു. അതെ, എല്ലാറ്റിനെയും സംസാരിപ്പിക്കുന്ന അല്ലാഹു തആല അതിനെയും സംസാരിപ്പിച്ചു. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹു തആല നമ്മുടെ സൃഷ്ടാവാണ്. നാം അവൻ്റെ അടിമകളും. ഉസ്താദ് പറഞ്ഞു. ഷഹീദ്, നിങ്ങൾ അല്ലാഹു തആലയെ കണ്ടിട്ടുണ്ടോ? ഉസ്താദ്, ഇല്ല, അല്ലാഹു തആലയെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രിയിൽ അല്ലാഹു തആലയെ കണ്ടു. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണും. അല്ലാഹു തആലയുടെ സിഫത്തുകളിലൂടെയാണ് നാം അവനെ അറിയുക. അല്ലാഹു തആലാക്ക് 41 സിഫത്തുകളുണ്ട്. വാജിബായ 20ഉം മുസ്തഹീലായ 20ഉം ജായിസായ 1 സിഫത്തും. ഈ സിഫത്തുകൾ അറിയൽ നമുക്ക് നിർബന്ധമാണ്. ഷഹീദ്, ഏതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ? ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി وقائم غاني وواحد وحي قادر مريد عالم بكل شيء سميع البصير والمتكلم له صفات 7 تنتظم وقدرة إرادة سمع بصر حياة العلم كلام استمر. ഇവ വാജിബായ സിഫത്തുകളാണ്. വാജിബിൻ്റെ വിപരീതമാണ് മുസ്തഹീൽ. ഏതൊരു കാര്യവും ചെയ്യാനും ചെയ്യാതിരിക്കാനും അല്ലാഹു തആലാക്ക് അധികാരമുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും അവൻ്റെ ജായിസായ സിഫത്താണ്. ഷഹീദ്, ജസാക്കുമുല്ലാഹു ഖൈറാ. ഉസ്താദ്, ആമീൻ വ ഇയ്യാക്കും. വഹുവസ് സമീഉൽ ബസീർ. അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ പാഠത്തിലൂടെ നാം പഠിച്ചത് അല്ലാഹു തആലയുടെ 41 വിശേഷണങ്ങളാണ്. അല്ലാഹു തആലാക്ക് ഉണ്ടാവൽ അനിവാര്യമായ 20 സിഫത്തുകൾ, അല്ലാഹു തആലാക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത 20 സിഫത്തുകൾ, അല്ലാഹു തആലാക്ക് ഉണ്ടാവൽ അനുവദനീയമായ 1 സിഫത്ത്. ഇങ്ങനെ 41 സിഫത്തുകളാണ് നാം പഠിച്ചത്. അവ മനഃപ്പാഠമാക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ വർക്ക് നഫ്ഹമു വ നക്തുബു. നമുക്ക് ഗ്രഹിക്കാം, നമുക്ക് എഴുതാം. താഴെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലാഹു തആലയുടെ 20 വാജിബായ സിഫത്തുകളാണ്. ഓരോന്നും വായിച്ച് നമുക്ക് മനഃപ്പാഠമാക്കി എഴുതാം.
ഒന്ന് അൽ വുജൂദു ഉള്ളവനായിരിക്കുക. രണ്ട് അൽ ഖിദമു അനാദ്യനായിരിക്കുക. മൂന്ന് അൽ ബഖാഉ അന്ത്യമില്ലാതിരിക്കുക. നാല് അൽ മുഖാലഫത്തു ലിൽ ഹവാദിസി സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യാസപ്പെടുക. അഞ്ച് അൽ ഖിയാമു ബിൻ നഫ്സി നിരാശ്രയത്വം. ആറ് അൽ വഹ്ദാനിയത്തു ഏകത്വം. ഏഴ് അൽ ഖുദ്റത്തു കഴിവ്. എട്ട് അൽ ഇറാദത്തു ഉദ്ദേശിക്കൽ. ഒമ്പത് അൽ ഇൽമു അറിവ്. 10 അൽ ഹയാത്തു ജീവിച്ചിരിക്കൽ. 11 അസ്സമഉ കേൾവി. 12 അൽ ബസറു കാഴ്ച. 13 അൽ കലാമു സംസാരം. 14 കൗനുഹു ഖാദിറ കഴിവുള്ളവനായിരിക്കുക. 15 കൗനുഹു മുരീദ ഉദ്ദേശമുള്ളവനായിരിക്കുക. 16 കൗനുഹു ആലിമ അറിവുള്ളവനായിരിക്കുക. 17 കൗനുഹു ഹയ്യ ജീവിച്ചിരിക്കുന്നവനാവുക. 18 കൗനുഹു സമീഅ കേൾവിയുള്ളവനായിരിക്കുക. 19 കൗനുഹു ബസീറ കാഴ്ചയുള്ളവനായിരിക്കുക. 20 കൗനുഹു മുതകല്ലിമ സംസാരമുള്ളവനായിരിക്കുക. ഇവ ഓരോന്നും നേരെയുള്ള കള്ളിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് എഴുതാം. ശേഷം നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നഖറഉ വ നഫ്ഹമു നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. ജസാക്കുമുല്ലാഹു ഖൈറ അല്ലാഹു തആല നിങ്ങൾക്ക് നല്ലതു നൽകട്ടെ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് പറഞ്ഞു തന്നാൽ അവർക്കുള്ളൊരു ദുആ ആണ് ജസാക്കുമുല്ലാഹു ഖൈറ. സിഫത്തുൻ വിശേഷണം. വാജിബുൻ ഉണ്ടാവൽ അനിവാര്യമായത്. മുസ്തഹീലുൻ ഉണ്ടാവാൻ പാടില്ലാത്തത്. ജായിസുൻ ഉണ്ടാവൽ അനുവദനീയമായത്. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1 അല്ലാഹു തആലാക്ക് എത്ര സിഫത്തുകളുണ്ട്? ഉത്തരം 41 സിഫത്തുകൾ. 2 അല്ലാഹു തആലാക്ക് വാജിബായ സിഫത്തുകൾ എത്ര? ഉത്തരം 20 സിഫത്തുകൾ. 3 അല്ലാഹു തആലാക്ക് മുസ്തഹീലായ സിഫത്തുകൾ എത്ര? ഉത്തരം 20 സിഫത്തുകൾ. 4 അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്ത് ഏത്? ഉത്തരം ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്ത്. 5 ഇഹലോകത്ത് അല്ലാഹു തആലയെ കണ്ടത് ആരാണ്? ഉത്തരം നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 അല്ലാഹു തആലയെ നാം കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ അവനെ അറിയും? ഉത്തരം അല്ലാഹു തആലയുടെ സിഫത്തുകളിലൂടെയാണ് നാം അവനെ അറിയുക. 7 മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിൻ്റെ പേരെഴുതുക. ഉത്തരം ഈസാ നബി അലൈഹിസ്സലാം. 8 ജസാക്കല്ലാഹു ഖൈറ എന്നു കേട്ടാൽ എന്താണ് മറുപടി പറയേണ്ടത്? ഉത്തരം ആമീൻ വ ഇയ്യാക്കും. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുബയ്യിനു സിയാഖ് സന്ദർഭം വ്യക്തമാക്കാം. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കൂ, ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞതാണ്? ഉത്തരം ഈ കുട്ടിയെ എവിടുന്ന് കിട്ടി എന്ന് ആളുകൾ മറിയം ബീവിയോട് ചോദിച്ചപ്പോൾ തൊട്ടിലിലേക്ക് ചൂണ്ടി മഹദി പറഞ്ഞു, ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കൂ. ഇനി നമുക്ക് അഞ്ചാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഇദ്ദു ഫിഖറ ഗണ്ണിക തയ്യാറാക്കാം. 1 തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് എന്തെല്ലാമാണ് പറഞ്ഞത്?
ഉത്തരം: ഞാൻ അല്ലാഹു തആലയുടെ അടിമയാണ്. എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. എന്നെ നബിയാക്കിയിട്ടുമുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബറക്കത്തുള്ളവനാക്കി. ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സകാത്ത് നൽകാനും എൻ്റെ മാതാവിനെ ഗുണം ചെയ്യാനും എന്നോട് വസിയത്ത് ചെയ്തു. 2. അല്ലാഹു തആല. ഉത്തരം: അല്ലാഹു തആല ഏകനാണ്. അവന് പങ്കുകാരില്ല. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അവൻ എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണ്. അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 6. നസ്ൽ ചേർത്ത് കൊടുക്കാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. ഇതിൻ്റെ ബാക്കി ഭാഗം മൂന്നാമതായി നൽകിയിരിക്കുന്നു. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ. ബാക്കി ഭാഗം നാലാമതായി നൽകിയിരിക്കുന്നു. ഖാദിർ മുരീദുൻ ആലിമുൻ ബി കുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു. അതിൻ്റെ ബാക്കി ഒന്നാമതായി നൽകിയിരിക്കുന്നു. ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ. ഇതിൻ്റെ ബാക്കി രണ്ടാമതായി നൽകിയിരിക്കുന്നു. ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. 7. തഖ്സീസ്. പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പദ്യപാരായണ മത്സരം സംഘടിപ്പിക്കുക. അവസാന വർക്ക് 8. നഖ്റഉ വനക്തുബു. നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം. 1. ജസാക്കുമുല്ലാഹു ഖൈറാ. 2. ആമീൻ വ ഇയ്യാക്കും. 3. സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു. 4. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. നമുക്ക് എഴുതി കൊടുക്കാം. ഇതോടുകൂടെ 1-ാം അധ്യായത്തിലെ വർക്ക് നാം പൂർത്തിയാക്കി. നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.